നമ്മുടെ ലോക്കൽ സെർവറാണ്. ആദ്യം തന്നെ നമ്മുടെ എക്സാമ്പിൻ്റെ കൺട്രോൾ പാനൽ എടുക്കുക. അതിനകത്ത് മാനേജ് സെർവേഴ്സ് ക്ലിക്ക് ചെയ്ത് MySQL ആൻഡ് അപ്പാഷെ സർവീസസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഗ്രീൻ മാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് നമ്മുടെ വെൽക്കം വിൻഡോയിൽ ഓപ്പൺ ആപ്ലിക്കേഷൻ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് htdocs എന്ന് പറഞ്ഞ ഫോൾഡറിൽ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ htdocs എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് നമ്മൾ നമ്മുടെ കോഡുകളൊക്കെ എഴുതുന്നതെന്ന്. ഈ htdocsലേക്കുള്ള അഡ്രസ്സാണ് ആക്ച്വലി ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സാധാരണ ഒരു വെബ്സൈറ്റിൻ്റെ google.com എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ലോക്കലായിട്ടുള്ള അഡ്രസ്സാണ് ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഹോസ്റ്റ് നെയിം കൂടാതെ പോർട്ട് നമ്പർ എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടിയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കാണാം, 80 ആണ് ഇവിടെ ടൈപ്പ് ചെയ്തേക്കുന്നത്. എൻ്റർ അടിച്ചാൽ ഇത് റിമൂവായി, പക്ഷേ ആ പേജ് സ്റ്റിൽ ലോഡിംഗ് ആയിട്ട് വന്നേക്കുന്നത് കാണാം. ഞാനിവിടെ 80 പകരം വേറെ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാം ദിസ് സൈറ്റ് ക്യാൻ ബി റീച്ച്ഡ്. അപ്പോൾ നമ്മളിവിടെ അടിക്കുന്ന ഈ 80 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മുടെ സെർവർ റൺ ചെയ്യുന്ന അപ്പാഷെ സെർവർ യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ ആണ് ഈ 80. ഇത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ നേരത്തെ അത് യൂസ് ചെയ്യേണ്ടി വരാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, സെർവറിൻ്റെ കോൺഫിഗറേഷൻ ഫയലിൽ 80 ആണ് അതിൻ്റെ പോർട്ടെന്ന് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പോർട്ട് നമ്പറിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് PHP ആണ്. PHP അപ്പാഷെ സെർവറിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് ആണ്. അതുപോലെ നമ്മൾ മറ്റു പല ലാംഗ്വേജ്, ഫോർ എക്സാമ്പിൾ പൈത്തണോ അല്ലെങ്കിൽ റൂബിയോ ജാവയോ ഏതെങ്കിലും നമ്മളിവിടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഹോസ്റ്റും ബൈ ഡിഫോൾട്ട് ലോക്കൽ ഹോസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതിന് ഈ സെയിം ഹോസ്റ്റ് തന്നെ വന്നു കഴിഞ്ഞാൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു യുണീക്കായിട്ടുള്ള ഒരു സംഭവം കൂടി വേണം. അതായിരിക്കും പോർട്ട് നമ്പർ. വേറെ സർവീസസ് അല്ലെങ്കിൽ സെർവറൊക്കെ റൺ ചെയ്യുന്നത് ഡിഫറെൻറ്റ് പോർട്ടിലായിരിക്കും. ഒരു കമ്പ്യൂട്ടറിൽ ഒരിക്കലും സെയിം പോർട്ടിൽ 2 സർവീസസ് റൺ ആവത്തില്ല. അങ്ങനെ റൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എറർ അടിക്കും. അപ്പോൾ നമ്മൾ ഈ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ IP അഡ്രസ് എന്ന് പറയുന്നത് 127.0.0.1 ആണ്. നിങ്ങളതടിച്ചാലും നമ്മൾക്ക് നേരിട്ട് ഈ ഡയറക്ടറിയിൽ തന്നെ വരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഫോൾഡർ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോൾഡർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോൾഡറിലുള്ള ഫയൽസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. എക്സാമ്പിൻ്റെ ഡിഫോൾട്ട് ഫയൽ index.php ആയിരുന്നു. ഞാനത് റീനെയിം ചെയ്താണ് ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഇത് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. നമുക്കത് ഒന്നും കൂടി മാറ്റി നോക്കാം. ഇത് ഒറിജിനൽ index.php ഫയലാക്കി റീനെയിം ചെയ്തു. ഇനി ഇത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് വെബ് പേജ് ആയിരിക്കും. ഒരു ഡയറക്ടറിയിൽ ഇൻഡെക്സ് ഫയൽ, അതായത് index.php അല്ലെങ്കിൽ index.html ഫയൽ ഉണ്ടെങ്കിൽ
ആ ഫയലായിരിക്കും നമ്മൾ ഫയൽ നെയിം ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് റീഡ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാണ് വന്നേക്കുന്നത്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇവിടെ ഡാഷ്ബോർഡിലെ കണ്ടൻറ്റ്, ഈ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഡയറക്ടറിയിലെ കണ്ടൻറ്റ് ലോഡ് ചെയ്യാനുള്ള വേണ്ട കോഡുകൾ ഇവിടെ ഈ ഫയലിൽ പറഞ്ഞു കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു CSS ഫയൽ നിങ്ങൾക്ക് കാണാം. ഈ ഫയൽ നമുക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ നോക്കാം. ഇവിടെ കാണാം ഈ ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആണെങ്കിൽ നമുക്കിവിടെ ഫയലിൻ്റെ കണ്ടൻറ്റ്സ് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ ഏത് ഫയലാണെങ്കിലും അത് അങ്ങനെ വരും. പക്ഷേ PHP ഫയൽസ് നമ്മളിനി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, PHP ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടായിരിക്കും ഇവിടെ വരിക. ഈ ഫയലിൻ്റെ കണ്ടൻറ്റ്സ് ഡയറക്റ്റ്ലി അല്ല ഇതിനകത്ത് വരാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര ഡയറക്ടറി വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാക്കി. ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്താൽ എന്താ വരുന്നത് നോക്കാം. അത് ഇൻഡെക്സ് ഓഫ് ട്യൂട്ടോറിയൽസ്. അതിലൊരു ഇൻഡെക്സ് ഫയൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലിസ്റ്റിംഗ് വന്നേക്കുന്നത്. നമ്മൾ ഇവിടെ ഒരു ഇൻഡെക്സ് ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആ ഡയറക്ടറി ആദ്യം ഇവിടെ ഓപ്പൺ ചെയ്യാം. ട്യൂട്ടോറിയൽസ്. ഇവിടെ ഒരു ഇൻഡെക്സ് ഫയൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഫയലിൽ കണ്ടൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ വന്നേക്കുന്നത്. നമ്മളതിൽ കോഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ കണ്ടൻസ് ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഫോൾഡറുകളോ ഫയലുകളോ എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഓർഡറിലായിരിക്കും നമ്മൾ ഇതിവിടെ ലോഡ് ചെയ്യുന്നത്. ഓരോ പ്രൊജക്ട്സും നമ്മളിവിടെ ഓരോ ഫോൾഡറിലായിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടെ ബ്രൗസറിൽ ആക്സസ് ചെയ്യുന്നത്. ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ റൂട്ട് ഫോൾഡർ, അല്ലെങ്കിൽ റൂട്ട് ഡയറക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത് ലോക്കൽ ഹോസ്റ്റിൽ നിന്നായിരിക്കും. ഇതിൽ പ്രധാന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പോർട്ട് നമ്പർ ഉണ്ട് ശരിക്കും, പക്ഷേ പോർട്ട് നമ്പർ ഓൾറെഡി കോൺഫിഗേർഡ് ആയതുകൊണ്ട് മാത്രം നമുക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല.